ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത് ഹുണ്ടായി ക്രെറ്റയാണ്. 2015 മുതലാണ് ക്രെറ്റ വിപണിയിലെത്തി തുടങ്ങിയത്. വിപണിയിലെത്തിയപ്പോൾ തന്നെ നല്ല വിൽപ്പനയുള്ള ഒരു വാഹനം തന്നെയാണ് ക്രെറ്റ. ക്രെറ്റയുടെ വലിയ ഗ്രില്ലുകൾ തന്നെയാണ് ആദ്യം കണ്ണിൽപ്പെടുക. ഇത് മുൻ മോഡലിനെ അപേക്ഷിച്ച് കുറച്ച് വലുപ്പം വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. ക്രെറ്റയുടെ ടയർ സൈസ് എന്ന് പറയുന്നത് 17 ഇഞ്ചാണ്. 17 ഇഞ്ച് അലോയ് വീലുകളാണ് കൂടിയ വേരിയന്റുകളിൽ ലഭിക്കുന്നത്. മിററുകളിൽ തന്നെ ഇൻഡിക്കേറ്റർ നൽകിയിട്ടുണ്ട്, നല്ല മനോഹരമായി കൊടുത്തിട്ടുണ്ട്. പിൻവശത്തേക്ക് നോക്കുകയാണെങ്കിൽ അധികം മാറ്റങ്ങളൊന്നും കമ്പനി കൊടുത്തിട്ടില്ല. ചെറിയ ചില മാറ്റങ്ങൾ മാത്രമാണ് നൽകിയത്. ബമ്പറിൻ്റെ രൂപത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ക്രെറ്റയിൽ എനിക്കിഷ്ടപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റിയറിംഗ് ആണ്. വളരെ ലൈറ്റായിട്ടുള്ള, വളരെ സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് കമ്പനി ക്രെറ്റയ്ക്ക് നൽകിയിരിക്കുന്നത്. നമുക്ക് ലോങ് ഡ്രൈവൊക്കെ എത്ര ഓടിക്കുകയാണെങ്കിലും ക്ഷീണിക്കാതെ തന്നെ ഓടിക്കാൻ സാധിക്കുന്നു. ക്രെറ്റയുടെ ഉയർന്ന വേരിയൻറ്റിൽ ഫോഗ് ലാമ്പിന് ചുറ്റും ഡേ ടൈം റണ്ണിംഗ് ലാമ്പുകൾ നൽകിയിരിക്കുന്നു. സി ഷേപ്പിലാണ് അത് നൽകിയിരിക്കുന്നത്. വളരെ വളരെ മനോഹരമാണ് അത് കാണാൻ. ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വലിയ ബൂട്ട് സ്പേസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് ഒരുപാട് പെട്ടികളും അത്യാവശ്യം സാധനങ്ങളെല്ലാം ഇതിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. കൂടാതെ ബൂട്ട് സ്പേസിൽ ലൈറ്റുകളും നൽകിയിരിക്കുന്നു. ഇത് രാത്രിയിലും മറ്റ് സാഹചര്യങ്ങളിലും സാധനങ്ങൾ എടുക്കുന്നതിനും വെക്കുന്നതിനെല്ലാം വളരെ ഉപകാരപ്രദം തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ അടിയിൽ സ്റ്റെപ്പിന് കൊടുത്തിട്ടുണ്ട്. ഉയർത്തി നമുക്ക് സ്റ്റെപ്പിന് കാണാൻ സാധിക്കുന്നതാണ്. ബട്ടൺ അമർത്തിക്കൊണ്ട് തന്നെ ബൂട്ട് സ്പേസ് തുറക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയിട്ടുണ്ട് കമ്പനി. അതുകൊണ്ട് തന്നെ നമുക്ക് താക്കോൽ ഇടേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. രണ്ടായിരത്തി 18 മോഡൽ ക്രെറ്റയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ മനോഹരമായ സ്റ്റിയറിംഗ് ആണ് നമ്മുടെ ആദ്യം തന്നെ വരവേൽക്കുന്നത്. അതിൽ തന്നെ പല തരത്തിലുള്ള സ്വിച്ചുകൾ നൽകിയിട്ടുണ്ട്. ഡ്രൈവർക്ക് വളരെ സുഖമായി തന്നെ ഓപ്പറേറ്റിംഗ് സാധ്യമാകുന്ന രീതിയിലാണ് സ്വിച്ചുകൾ നൽകിയിരിക്കുന്നത്. കൺട്രോൾസിന് സ്വിച്ചുകൾ നൽകിയിട്ടുണ്ട്. കോൾ എടുക്കുന്നതിനും കട്ട് ചെയ്യുന്നതിനുമുള്ള സ്വിച്ചുകൾ നൽകിയിട്ടുണ്ട്. ഇനി വാഹനത്തിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ നോക്കുകയാണെങ്കിൽ സ്പീഡോമീറ്ററും ടാക്കോമീറ്ററും നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഒരു ഡിസ്പ്ലേയിൽ വാഹനത്തെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുമുണ്ട്. ഈ ഡിസ്പ്ലേയിലൂടെ വാഹനത്തെ സംബന്ധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വാഹനത്തിൽ എത്രമാത്രം ഇന്ധനം ബാക്കിയുണ്ട്, അല്ലെങ്കിൽ ആ ഇന്ധനം വെച്ച് എത്ര കിലോമീറ്റർ ഓടിക്കാം, വാഹനത്തിൻ്റെ ആവറേജ് മൈലേജ് എത്രയാണ്. ഈ ഡിസ്പ്ലേയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി വാഹനത്തിൻ്റെ സ്റ്റിയറിംഗിൽ തന്നെ സ്വിച്ചുകൾ നൽകിയിട്ടുണ്ട്. ആ സ്വിച്ചുകൾ ഉപയോഗിച്ച് നമുക്ക് ആ ഡിസ്പ്ലേയിലെ മാറ്റങ്ങൾ വരുത്താനും അതിലെ ഇൻഫർമേഷൻസ് മാറ്റാനും അത് നോക്കാനുമെല്ലാം സഹായകരമാണ്. വളരെ പ്രാക്ടിക്കലും ഭംഗിയുമുള്ളതുമായ ഒരു മിറർ കൺസോൾ തന്നെയാണ് ഹുണ്ടായി ക്രെറ്റയ്ക്ക് നൽകിയിരിക്കുന്നത്. ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഉൾവശമാണ് ഹുണ്ടായി ക്രെറ്റയ്ക്ക്.
ഒരു ക്ലോക്ക് ഏറ്റവും മുകളിലായി നൽകിയിരിക്കുന്നു. പിന്നെ സ്ക്രീൻ വരുന്നുണ്ട്. അതിന് താഴെയാണ് മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കൺട്രോളുകളെല്ലാം വരുന്നുണ്ട്. വളരെ നല്ലൊരു മ്യൂസിക് സിസ്റ്റം തന്നെയാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ശബ്ദം തന്നെ ഇത് പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. മ്യൂസിക് സിസ്റ്റത്തിൻ്റെ താഴെയായിട്ട് ഹസാർഡ് ലൈറ്റിംഗ് സ്വിച്ച് നൽകിയിട്ടുണ്ട്. അതിൻ്റെ താഴെയാണ് AC കൺട്രോളുകളുടെ സ്വിച്ചുകൾ നൽകിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല കൂളിംഗ് ഉള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള AC തന്നെയാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം വെയിലത്തൂടെയും ഒക്കെ വാഹനം ഓടിക്കുകയാണെങ്കിലും പിന്നെ യാത്രക്കാരെ വരെ തണുപ്പിക്കാൻ ശേഷിയുള്ള നല്ല കൂളിങ്ങോട് കൂടിയ പവർഫുൾ ആയിട്ടുള്ള AC തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ഒരു സോർട്ട് നൽകിയിട്ടുണ്ട്. കൂടാതെ USB നമുക്ക് ഈ വാഹനത്തിൽ കണക്ട് ചെയ്യാവുന്നതാണ്. 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് ഞാനിപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന വാഹനത്തിന് നൽകിയിരിക്കുന്നത്. വാഹനത്തിലെ വേസ്റ്റുകൾ മറ്റും ഇടുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടായൊരു ബോക്സ് നൽകിയിട്ടുണ്ട്. ഇത് വളരെ നല്ലതാണ്. നമ്മുടെ ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട്. കൂടാതെ അത്യാവശ്യം കപ്പ് ഹോൾഡറുകളും മറ്റ് സ്റ്റോറേജ് സ്പേസുകളൊക്കെ വാഹനത്തിന് നൽകിയിട്ടുണ്ട്. ഒരു ആംബ്രസ്റ്റ് വരുന്നുണ്ട്. സുഖമായിട്ട് കൈയൊക്കെ വെച്ച് നമുക്ക് ഓടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ആംബ്രസ്റ്റാണ്. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്തതായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ടുവാനും അത്യാവശ്യം സ്പേസൊക്കെ നൽകിയിട്ടുണ്ട്. ഈ വാഹനത്തെ ഗ്ലൗ ബോക്സ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്പേസുള്ള അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഇട്ടുകൊണ്ട് പോകാവുന്ന വലുപ്പമുള്ള ഒരു ഗ്ലൗ ബോക്സ് തന്നെയാണ് കമ്പനി നൽകിയിരിക്കുന്നത്. ക്രെറ്റ പോലുള്ള SUVകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിനകത്ത് കയറാനും ഇറങ്ങാനുള്ള സുഖമാണ്. നമുക്ക് ചെറിയ കാറുകളിൽ കയറുന്ന പോലെ നല്ല നമുക്ക് സുഖമായിട്ട് വയസ്സായ ആളുകൾക്കാണെങ്കിൽ എല്ലാവർക്കും കുറച്ച് സുഖമായിട്ട് കയറാനും ഇറങ്ങാനൊക്കെ സാധിക്കുന്നു. അതുതന്നെയാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ വലിയ സീറ്റുകളെല്ലാം നൽകിയിട്ടുണ്ട്. കയറാൻ വേണ്ടിയിട്ടൊരു ഫുഡ് സ്റ്റെപ്പ് നൽകിയിട്ടുണ്ട്. നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ കയറാം. പിന്നെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഉയരവും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള സീറ്റിംഗ് പൊസിഷൻ കണ്ടെത്തി നമുക്ക് യാത്ര ചെയ്യാനൊക്കെ സാധിക്കുന്നു. ഈ പിൻസീറ്റിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല സീറ്റുകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്. 3 പേർക്ക് സുഖമായി തന്നെ ഇരിക്കാവുന്നതാണ്. ഒരു AC വെൻ്റ് നടുവിലായിട്ട് നൽകിയിട്ടുണ്ട്. അത് നടുക്കിരിക്കുന്ന ആളുടെ കാല് ചെറുതായിട്ട് അത് തട്ടുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അങ്ങനെ അത്യാവശ്യം സ്പേസൊക്കെ നൽകിയിട്ടുണ്ട്. കുഴപ്പമില്ലാതെ തന്നെ ഇരുന്ന് യാത്ര ചെയ്യാവുന്ന വാഹനമാണ് ക്രെറ്റയുടെ ഉയർന്ന വേരിയൻറ്റുകളിൽ ക്രൂയിസ് കൺട്രോൾ, സൺറൂഫ്, വയർലെസ് ഫോൺ ചാർജർ, ഓട്ടോ ഡിമ്മിങ് റിയർ വ്യൂ മിറർ തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. അത്യാവശ്യത്തിന് സൗകര്യങ്ങളും ഫീച്ചേഴ്സൊക്കെ നൽകിയിട്ടാണ് പുതിയ 2018 ക്രെറ്റയെ കമ്പനി ഇറക്കിയിരിക്കുന്നത്. 5 പേർക്ക് സുഖമായി യാത്ര ചെയ്യാവുന്ന ഈ വാഹനം ഒരു തികഞ്ഞ ഫാമിലി കാർ ആണെന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ്. അതനുസരിച്ചുള്ള എൻജിൻ പവറും മൈലേജും കംഫർട്ടും ഒക്കെ ഈ വാഹനം നൽകുന്നുമുണ്ട്. ലോങ് ഡ്രൈവിന് പറ്റിയ വാഹനമാണ് ക്രെറ്റ. ഹുണ്ടായി ക്രെറ്റയ്ക്ക് കമ്പനി ഡീസൽ എൻജിൻ പെട്രോൾ എൻജിൻ നൽകിയിട്ടുണ്ട്. പെട്രോൾ എൻജിൻ എന്ന് പറയുന്നത് 1591 cc 6 സ്പീഡ് ഗിയർ ബോക്സോട് കൂടിയ എൻജിനാണ്. ഇത് 122 bhp പവർ പുറപ്പെടുവിക്കുന്നു. കൂടാതെ 151 Nm ടോർക്കും നൽകുന്നു. ഈ എൻജിന് ലഭിക്കുന്ന മൈലേജ് എന്ന് പറയുന്നത് 15.29 കിലോമീറ്ററാണ്. പെട്രോൾ എൻജിൻ കൂടാതെ ഒരു മികച്ച ഡീസൽ എൻജിൻ തന്നെയാണ് നൽകിയിരിക്കുന്നത്. 21.38 കിലോമീറ്റർ മൈലേജ് നൽകുന്ന ഒരു ഡീസൽ എൻജിനും കമ്പനി ക്രെറ്റയ്ക്ക് നൽകിയിരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.